ഇതാണ് സൂയിസൈഡ് പോയിന്റിലേക്കുള്ള എൻട്രൻസ്. പോകുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ, അത്രയ്ക്കും തിരക്കാണ്. അതെ, നമ്മുടെ സിറാജേട്ടന്റെ ഉന്നം പിടിച്ചത് ആ ബലൂണിക്ക് ലക്ഷ്യമാക്കിയത് ഓരോ ഉന്നവും ഓരോ അരിമണിക്കുന്നത് അതിനകത്ത് ഞങ്ങളുടെ സൂയിസൈഡ് പോയിന്റിൽ എത്തിട്ടാ. സൂയിസൈഡ് പോയിന്റിന്റെ ഗേറ്റ് മേണ് പിടിച്ചേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേട്ടോ മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഞങ്ങളുടെ മഴയത്ത് വെട്ടേക്ക് കേട്ടോ. മഴയത്ത് പെട്ടെന്ന് വെച്ചാൽ നല്ല ഒരു വെയിലും വരുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മൾ പോകുന്നത് സൂയിസൈഡ് പോയിന്റ് കാണാനാട്ടോ. സൂയിസൈഡ് പോയിന്റ് കാണാൻ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴ കാരണം കുറേ പേരൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കുട ഇവിടെ നിന്നൊക്കെ സെറ്റപ്പ് ആക്കി ഇതേ ഇറങ്ങിയൊക്കെയാണ്. അതെ, അപ്പം കുട അമ്മയുടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടി പതിയെ പോവേണ്ട. നല്ല മഴയും കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, അത്യാവശ്യത്തെ നല്ലൊരു മഴയാണ്. അവിടെ ഗോൾഫ് കളിക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗോൾഫ് ക്ലബൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. പുറത്തുനിന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മഴയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ചുറ്റിൻ്റെ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെയാണ് ഉള്ളത്. സൂയിസൈഡ് പോയിന്റിലേക്കുള്ള എൻട്രൻസ്. പോകുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, 10 രൂപയ്ക്ക് മാങ്ങ, കോളിഫ്ലവർ കിട്ടും. വാങ്ങിക്കോ. പിന്നെ അതെ, നമുക്കിത് ചോളമൊക്കെ ചുട്ടിട്ട് തരും കേട്ടോ. ഗ്രീഷ്മതെ ഒരു മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി പതിയെ കഴിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ചുറ്റിനും കണ്ടില്ലേ, നിറയെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വച്ചേക്കാണ്. കുറേ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ വന്നവരൊക്കെ ദൂരെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവരെ തേടി പിടിക്കണം. അതെ, കുട്ടികളുടെ ടോയ്സൊക്കെ വിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട്, അവക്കാഡോ, സീതപ്പഴം, പിന്നെ ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഏകദേശം സൂയിസൈഡ് പോയിന്റിലേക്ക് എത്താറായിട്ടോ. തരാൻ വേണ്ടി എൻട്രൻസിലേക്ക് നോക്കി കോട കണ്ടോ. ഒരു മഴ മാറിയിട്ടുള്ളൂ, അപ്പോഴേക്കും നല്ല കോടയായിട്ട്. പക്ഷെ അധികം തണവൊന്നുമില്ല, നോർമൽ തണവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗ്രീഷ്മ. അപ്പോൾ അതേ നമ്മുടെ സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിയിരിക്കണം. നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും, കണ്ടില്ലേ, മുമ്പിൽ തന്നെ ഒരു കുരങ്ങൻ്റെ വള്ളിയും വിട്ട് ഡാൻസ് കളിക്കട് ആടി. സൂപ്പർ ഡാൻസ്. ഒരു കുട്ടി കുരങ്ങണ്ട കലാവികൃതികളാണ്ട നമുക്കിവിടെ. അയ്യോ, വീണില്ല. അപ്പൊ ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ പറ്റൂല, കണ്ടില്ലേ, നിറയെ കോടകൾ മാത്രം ഉണ്ടാവും. പണ്ടത്തെ ഇവിടെ ഒരുപാട് പേര് വന്ന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇവിടെ സൂയിസൈഡ് പോയിന്റ് എന്ന പേര് വരാൻ കാരണം. സൂയിസൈഡ് പോയിന്റ് ഒരു നെഗറ്റീവ് പേരായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ വാലി വ്യൂ നോക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത് ഗ്രീൻ വാലി വ്യൂ എന്ന സൂയിസൈഡ് പോയിന്റിലേക്കാണ്, കണ്ടില്ലേ. ആരും മണി സൂയിസൈഡ് ചെയ്യാണ്ടിരിക്കാൻ തന്നെ ഇവിടെ വെയിൽ കെട്ടി സംരക്ഷിച്ചേക്കേണ്ട. 2 ആൾ പൊക്കത്തിൽ വെയിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കുരങ്ങനൊക്കെ എന്തൊക്കെയോ തന്നെയാണ് കേട്ടോ. അതിൽ കോടതെ പിന്നെയും വന്നിട്ടുണ്ട്, അതല്ലേ, കുരങ്ങൻ്റെ ചെറിയൊരു ഫാമിലി. അടിപൊളിയുണ്ട് ഇവിടെ. അതെ, സൂയിസൈഡ് പോയിന്റിൽ ആ കോടതെ മാറി തുടങ്ങിയിട്ടാ, കണ്ടില്ലേ. അടിപൊളി വ്യൂ ആണ് അടി കാണാൻ കഴിയണത്. കോട പതിയെ മാറി വരണ്ട്, കണ്ടില്ലേ. അടിയിലത്തെ താഴ്വാരങ്ങളും ചെറിയ ഗ്രാമങ്ങളും. അതെന്തോ റിഫ്ലക്ഷൻ വന്നേക്കാണ്. ഇപ്പൊ വീണ്ടും കോട ചെയ്ത് തുടങ്ങി. ഇതാണ് കേട്ടോ സൂയിസൈഡ് പോയിന്റ്. അവിടെ